നമസ്കാരം, ദിനേശാണ്. ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്തുള്ള വെള്ളറക്കാടാണ്. വെള്ളറക്കാടിലെ അജിതേച്ചിയും അതുപോലെ തന്നെ ഷാജിയേട്ടനും കൂടി ഏതാണ്ട് 5 വർഷം മുമ്പ് ആരംഭിച്ചിട്ടുള്ള ഒരു പശുവിൽ നിന്ന് ആരംഭിച്ച് ഏതാണ്ട് 15-16 പശുക്കളിലേക്ക് എത്തി നിൽക്കുകയാണ്. കൗതുകമുള്ളത് 12 സെന്റ് സ്ഥലത്താണ് ഏതാണ്ട് 15-16 പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കൗതുകം. അപ്പൊ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അജിതേച്ചിയുടെയും ഷാജിയേട്ടന്റെയും പശു വളർത്തൽ വിശേഷങ്ങൾ, 12 സെന്റിലെ പശു വളർത്തൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. തുടങ്ങിയത് എത്ര പശുക്കൾ വെച്ചാ? നമ്മൾ സ്റ്റാർട്ടിങ് ഒരു പശു. എത്ര വർഷം മുമ്പ്? 4 വർഷം മുന്നേ, 4-5 വർഷം മുന്നേ. അതെ അല്ലെ? അത് വീട്ടില് പിന്നെ എനിക്ക് വീട്ടിലൊരു ചെറിയ തൊഴുത്തുണ്ടായിരുന്നു. ആളിവിടെ നാട്ടിലില്ലാത്ത സമയത്ത് തന്നെ ഒരു തൊഴുത്ത് വീട്ടിലുണ്ടായിരുന്നു. ചെറിയൊരു 2-3 കെട്ടാൻ കുഞ്ഞു തൊഴുത്ത്, പണ്ടത്തെ തൊഴുത്തായിരുന്നു. അപ്പൊ അതിന് ഞാൻ കുട്ടികളെ വളർത്തിയായിരുന്നു. പിന്നെ ആള് നാട്ടിൽ നിന്നപ്പോ ഞങ്ങൾ ആദ്യം ആടിനെ വാങ്ങിച്ചത്. വലിയ ആട്ടും കൂടൊക്കെ വന്നത് ഞങ്ങൾ കുറെ പൈസക്ക് ആടിനെ മേടിച്ചു. ആടിനെ മേടിച്ചപ്പോ ഞങ്ങൾക്ക് തോന്നി എന്തായാലും ഒരു പശുവിനെ കൂടി വാങ്ങി. തൊഴുത്ത് ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ എന്തായാലും മെനക്കിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളൊരു പശുവിനെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പശുവിനെ ഒരെണ്ണത്തിന് ചെന ഉള്ള പശുവിനെ വാങ്ങിച്ചു. അപ്പൊ 7 മാസം ചെന പറഞ്ഞ് വാങ്ങിച്ചു. അത് ഇവിടെ വന്ന് 1 മാസം ആയപ്പോഴേക്കും പ്രസവിച്ചു അവർക്ക് ഡേറ്റില്. അപ്പൊ പിന്നെ കൊടുക്കണ വേണ്ട, കറക്കാൻ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല സത്യത്തില്. കറവ് എനിക്ക് പേടിയായിരുന്നു. പശുവിനെ നോക്കിയാൽ കൂടിയിട്ട് പ്രസവിക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കാറ പതിവ്. എനിക്ക് പേടിയാ കറക്കാൻ. അപ്പൊ ചേട്ടൻ ആള് പറഞ്ഞു നോക്കിയോക്കെ നമുക്ക് പറ്റിച്ചെങ്കിൽ നിർത്താന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങള് നിർത്തി. ഞങ്ങള് കറന്നിവിടെ സൊസൈറ്റിയിൽ കൊടുത്തു തുടങ്ങി. നമ്മള് തന്നെ കറക്കാൻ പഠിച്ചു. കറക്കാൻ പഠിച്ച ആള് കറക്കാൻ പഠിച്ചു. പിന്നെ അങ്ങനെ പേടി മാറി തുടങ്ങി. പിന്നെ തോന്നി ഒരെണ്ണത്തിന് നിർത്തിയപ്പോ തോന്നി ഇനിയിപ്പോ ഒരെണ്ണത്തിനും കൂടി മേടിക്കാം, അല്ല പിൻകറവ് ഒരെണ്ണത്തിനും കൂടി നിർത്താം, എന്തായാലും ഇപ്പൊ ഏതായാലും മെനക്കെട്ട് ചെയ്യല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങള് ഇവളെ വാങ്ങിച്ചു. അപ്പൊ ഇവള് തന്നെ നമ്മള് വാങ്ങിച്ചു. അവിടെ വീടിന്റെ അടുത്ത് തന്നെ അങ്ങനെ അവളെ വാങ്ങിച്ചു. അതിന് ശേഷം പിന്നെ അപ്പൊ ഓരോന്നിനും അങ്ങനെ അപ്പൊ അങ്ങനെ തോന്നി നമുക്ക് കൂട്ടാന്ന്. അപ്പൊ 3 നിന്ന് നമ്മൾ 5 എണ്ണത്തിന് കെട്ടണ വിധത്തിലാക്കി ആ തൊഴുത്ത്. പിന്നെ 5 എണ്ണത്തിന് സ്ഥാനം മാറി പിന്നെ 7 വരെ ആക്കി. പിന്നെ വീട്ടിൽ തന്നെ പിന്നെ സ്ഥലം ഇല്ലാതെയായി. അപ്പോഴാണ് പിന്നെ ഇനി ഇങ്ങോട്ട് മാറാന്ന് തീരുമാനിച്ചു. വലുതാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഇതിൽ തന്നെ നിക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് ഞങ്ങൾ ആടുങ്ങളെ ഞങ്ങൾ കുറെ കഴിഞ്ഞ വർഷം വരെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങൾക്ക് ഇവിടെയും അവിടെയും കൂടിയിട്ട്. കാരണം കർഷകർ പറയാറുള്ളത് ഒരു 10 പശുവൊക്കെ ആവുമ്പോൾ തന്നെ പണിക്കാരെ നിർത്താം, അല്ലെങ്കിൽ എത്തില്ല എന്നൊക്കെ പറയാറുണ്ട് സാധാരണ. ഇവിടെ കൂടുതലും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പണിക്കാരും ഞങ്ങൾ കൂട്ടിയിട്ട് ചിലപ്പോ ശരിയാവില്ല, കുറച്ച് നാളൊക്കെ അടുപ്പിച്ച് നിൽക്കുള്ളൂ. എന്തായാലും നിർത്തും. ഞങ്ങള് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മളെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഞങ്ങൾ പോവാണ്ടടത്തേക്കൊക്കെ പോവും. ഞങ്ങളുടേതായ അറേഞ്ച്മെന്റ് മാറി മാറി പോകൂലേ? അറേഞ്ച്മെന്റ് ഒക്കെ മാറി മാറി പോവില്ല. പോവാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച്. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ എവിടേക്കും പോവില്ല. അതുകൊണ്ട് എവിടേക്കും പോവില്ല. അതാണ് പ്രശ്നം. അത്യാവശ്യം പിന്നെ ഈ 7 പശുവിൽ നിന്ന് നേരെ പിന്നെ കൂട്ടിയെണ്ണം അല്ല, അങ്ങനെ ഓരോന്നിനും വാങ്ങിച്ചു കൂട്ടിയത്. അല്ലാണ്ട് ഒറ്റയടിക്ക് നമ്മള് 2-3 വാങ്ങിച്ചില്ല അല്ലേ. ഓരോന്നിനും നമ്മള് നല്ല പശുക്കളെ കിട്ടുമ്പോ, ഇവിടെ അടുത്തൊക്കെ കിട്ടുമ്പോ, നമ്മള് അറിവിലൊക്കെ കിട്ടുമ്പോ നമ്മൾ അങ്ങനെ നോക്കി വാങ്ങിച്ചതാ. പിന്നെ നമ്മളെ കുട്ടികളുണ്ട് ചിലരൊക്കെ ഇതില്. നമ്മളോടുണ്ടായ കുട്ടികളുണ്ട്. പശുക്കുട്ടികളെ നമ്മൾ കൊടുക്കില്ല. ഇല്ല, കഴിയുന്നത് നമുക്ക് ആദ്യമൊന്നും പശുക്കുട്ടികളെ ഉണ്ടായില്ല. മൂരിക്കുട്ടികളായിരുന്നു. അന്നേ നമുക്ക് പശുക്കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല ഞങ്ങൾക്ക്. അന്ന് മുഴുവനും ഞങ്ങൾക്ക് മൂരിക്കുട്ടികളായിരുന്നു. അപ്പൊ ഞങ്ങള് ഉണ്ടായവരെന്നെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരാളുണ്ട്, വീട്ടിലൊരാളുണ്ട്, പിന്നെ അതിപ്പോ അവള്, പിന്നെ ഇപ്പൊ അങ്ങനെ 4 ആളെന്നെ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ എവിടെയും കണ്ടിട്ടില്ലേ നമ്മള് ഈ 12 സെന്റ് അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലത്തൊക്കെ എങ്ങനെ പശു ഫാം പ്രത്യേകിച്ച് നടത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അപ്പൊ ഞാൻ വിവിധങ്ങളായിട്ടുള്ള കർഷകരുടെ അടുത്ത് പോകുന്നു. വിവിധ ഫാമുകളിൽ വലുതും ചെറുതായിട്ടുള്ള ഫാമുകളിലൊക്കെ പോകാറുണ്ട്. ഈ 10 സെന്റ് അല്ലെങ്കിൽ 12 സെന്റ് സ്ഥലത്തൊന്നും നിൽക്കുന്ന ഫാമുകൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല. ഇത് കണ്ടപ്പോ ഒരു കൗതുകം തോന്നി. എങ്ങനെയാണ് ഈ 12 സെന്റ് സ്ഥലത്തൊക്കെ ഇത് കഴിയോ സത്യത്തിൽ? നമുക്കിപ്പോ ഈ 3 വർഷമായി നമ്മളിവിടെ തുടങ്ങിയിട്ട്. നമ്മൾക്ക് ഇതുകൊണ്ട് ഇതുവരെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഇനിയിപ്പോ വരുമെന്നൊന്നും അറിയില്ല. നമ്മൾ അതിനനുസരിച്ച് ഒരു സേഫ്റ്റിയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. വെള്ളത്തിന്റെ ആയാലും ചാണത്തിന്റെ ആയാലും എല്ലാ കേസുകളും അതൊക്കെയാണ് നമുക്കൊരു പ്രശ്നമായിട്ട് വരാറുള്ളത്. അതൊക്കെ അത് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 12 സെന്റ് സ്ഥലത്തൊക്കെ അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥലത്തൊക്കെ ഫാം നടത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രയാസം ചേച്ചി പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യണം? ഇവിടെ നമ്മള് ചാണകത്ത് കുഴിയിലേക്കാണ് നമ്മൾ അർബാനിൽ കൊണ്ടുപോയി. പിന്നെ വേനൽക്കാലം ആകുമ്പോ നമ്മൾ ഉണക്കി പൊടിച്ചിട്ട്
അത് കൊടുക്കും, മാർക്കറ്റ് ചെയ്യും. പിന്നെ കഴുകണ വെള്ളവും മൂത്രം കൂടിയിട്ട് നമ്മളൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിറയണതിനനുസരിച്ച് നമ്മൾ മോട്ടോർ വെച്ച് അടിച്ച് തെങ്ങിനായാലും പുറത്തേക്ക് അടിക്കും. പിന്നെ അടുത്ത പറമ്പുകളിലേക്കൊക്കെ അവർക്ക് ആവശ്യം വെച്ചെങ്കിൽ അടിച്ചു കൊടുക്കും. സ്ലറി മുഴുവൻ വേറെ ടാങ്കിലേക്ക് വരും. ചാണകം നമ്മൾ തൊട്ടപ്പുറത്ത് വേറെ ഇട്ട് ഉണക്കി നിറയുന്നതനുസരിച്ച് മാറ്റി കൊടുക്കും. പിന്നെ നമ്മൾ പച്ച ആവശ്യക്കാരുള്ളതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. കോരി വണ്ടിക്ക് കോരി കൊണ്ടുപോകാറുണ്ട്. ഓ ശരി ശരി ശരി. കൂടുതലും ചാണകപ്പൊടിയായിട്ടാണ് പോകുന്നത്. അതായത് കൃത്യതയോടുകൂടി കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അതൊരു പിന്നെ ആവട്ടെ എന്ന് വിചാരിക്കാൻ കഴിയില്ല. അത് പറ്റില്ല. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ബ്രീഡുകൾ ഏതൊക്കെയാ? നമ്മളെ അടുത്ത് HF, ജേഴ്സി, പിന്നെ ക്രോസ് ബ്രീഡുകൾ, പിന്നെ സഹിർവാളുണ്ട്, ഗീറുണ്ട്. ഗീറ് വീട്ടിലുണ്ട്. അങ്ങനെ കൂടുതലും ക്രോസ് ബ്രീഡാണ് കൂടുതലുള്ളത്. HF, ജേഴ്സിയും ക്രോസുകളും അതുകൊണ്ട് അല്ലേ? ഓക്കെ. ഈ ഗീറിനെ വളർത്തുന്ന അല്ലെങ്കിൽ ഈ സഹിവാളിനെ വളർത്തുന്നതൊക്കെ പാലിന്റെ അളവ് കൂടാൻ വേണ്ടിയിട്ടാവില്ലല്ലോ എന്തായാലും. കാരണം ജേഴ്സി HF-ന്റെയും പാലിന്റെ അത്ര വേറെ ഇല്ല. നമ്മളവിടെ ഉണ്ടായ കുട്ടിയാണ് സൈർവാളിന്റെ ബ്രീഡ് നമ്മൾ വെച്ചിട്ട്. സിന്ധിക്ക് സൈർവാൾ വെച്ചിട്ടുണ്ടായതാണ്. സിന്ധിക്ക് സൈർവാൾ വെച്ചിട്ടുണ്ടായത്. നമുക്ക് അവൾക്ക് സാധാരണ ഇപ്പൊ ഒരു HF-നൊക്കെ നമ്മൾ ഇറക്കണ പോലെ തന്നെ അവള് തന്നെ നമുക്ക് ഫസ്റ്റ് ഇതാണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ. അല്ല, എത്ര ലിറ്റർ പാല് കിട്ടും നമ്മൾക്ക്? അവൾക്ക് 10ന്റെ അടുത്തൊക്കെ രാവിലെ. നമ്മളിവിടെ പ്രധാനമായിട്ടും കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാ? നമ്മള് കേരള ഫീഡാണ്, മെഡിക്ക് തീറ്റയാണ്. കേരള ഫീഡിന്റെ ആണ് കൊടുക്കുന്നത്. പെല്ലറ്റ് തീറ്റയാണ്. മറ്റു തീറ്റകള് ചോളത്തിന്റെ തവിട് കൊടുക്കുന്നുണ്ട്, പൊടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ കാൽസ്യം ടോണിക് കൊടുക്കാറുണ്ട്, കാൽസ്യം മിനറൽ മിക്സർ കൊടുക്കാറുണ്ട്. ഓക്കെ. അതിന്റെ തീറ്റക്രമം പറയാം. പുല്ല് കൊടുക്കണ്ടല്ലോ നമ്മള് രാവിലെ ഇവർക്ക് തീറ്റ കൊടുത്തതിന് ശേഷമാണ് പുല്ലായാലും വൈക്കോലായാലും കൊടുക്കുന്നത്. അതെ, തീറ്റക്രമം ഒന്ന് പറയോ? രാവിലെ മുതൽ ഇങ്ങനെ രാവിലെ നമ്മൾ കറവ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് തീറ്റ കൊടുക്കുക. എത്ര മണിക്ക് കറക്കും? നമ്മള് രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് വരും. 4 മണിക്ക് വന്ന് ക്ലീൻ ചെയ്ത് ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കറക്കുക. ഒരു സൈഡ് ക്ലീനിങ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കറവ് മെഷീൻ വെക്കും. പിന്നെ അപ്പുറത്തെ സൈഡ് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാവുമ്പോ ഒരാള് കറക്കും, ഒരാള് ക്ലീൻ ചെയ്യും. വേറെ പണിക്കാരൊന്നുമില്ലേ? പണിക്കാരില്ല, ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള പണിക്കാരൊന്നും സ്ഥിരമായിട്ട് ഹിന്ദിക്കാര് നിൽക്കാന്ന് വെച്ചാൽ അവര് വന്നാൽ ചിലപ്പോ നമുക്ക് അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വൃത്തി ഒത്തുപോണില്ല. ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു ഒരാള്. ഞാൻ പൊക്കോളാൻ പറഞ്ഞത് ആളോട്. അവരുണ്ടെങ്കിലും നമ്മള് 4 മണിക്ക് വന്നിട്ട് നമ്മൾ തന്നെ ചെയ്യണം കൂടുതലും. പിന്നെ സാലറി കൊടുക്കണതും ഫുഡ് ഞാൻ പോയിട്ട് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോയിട്ട് ഞാൻ ഫുഡ് വെച്ച് അവർക്ക് കൊടുന്നു കൊടുക്കണം. അപ്പൊ അതിനും ഭേദം എനിക്ക് തോന്നി അവരില്ലാതിരിക്കും നല്ലത്. അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ അവര് നമ്മള് എപ്പോഴും നീറ്റാക്കിട്ട് ആണ്. നമ്മുടെ അത്ര വൃത്തിയിലൊന്നും അവര് കാര്യങ്ങൾ ചെയ്യില്ല. അതില്ലെങ്കിലും പിന്നെ മാനേജ് ചെയ്യാം. എങ്ങനെയെങ്കിലും ഒക്കെ ആവട്ടെ. പിന്നെ നമ്മൾ വീണ്ടും കഴുകാൻ തരും ചെയ്യാം. പറഞ്ഞില്ല, വേറെയും കുറെ തീറ്റ കൊടുക്കണ കേസും കാര്യങ്ങളൊക്കെ ആവുമ്പോ അവര് ശരിയാവാതെ ആവുമ്പോ നമ്മൾ പറഞ്ഞയക്കും. ഇപ്പൊ നമ്മള് പ്രധാനമായിട്ടുള്ള HF ക്രോസും ജേഴ്സി ക്രോസും അല്ലേ ഉള്ളത്. നമുക്ക് ഒരു പശുവിൽ നിന്ന് ഇത്ര പാല് കിട്ടുന്നുണ്ട്, HF-ൽ നിന്ന് ജേഴ്സിയിൽ നിന്ന് പറയാൻ പറ്റുമോ? നമ്മള് കൂടുതല് ഉള്ളൊരു 12 ഒക്കെ ഫസ്റ്റ് രാവിലത്തെ ടൈം 12 ഒക്കെ കിട്ടണ HF പശുക്കളുണ്ട്. ജേഴ്സി 10ന്റെ അടുത്തൊക്കെ കിട്ടണ്ടല്ലേ? ഈ ജേഴ്സിയിലും HF-ലും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും കർഷകർ പറയുന്നതേ ഈ HF-ന്റെ പാലിന് കൊഴുപ്പ് വളരെ കുറവായിരിക്കും. ശരിയാണോ? അത് നമ്മുടെ അനുഭവത്തിൽ ആൾക്കാർ ഇവിടെ ലോക്കൽ സെയിൽ കൊടുക്കുമ്പോ പറയാറുണ്ട് അല്ലേ? HF ക്രോസിന് കൊടുക്കുമ്പോ അല്ല, HF-ന്റെ മാത്രമായിട്ട് ഇങ്ങനെ ചിലപ്പോ പറയാറുണ്ട് അവര് കട്ടി കുറവാണ്. സൊസൈറ്റിയിൽ കൊടുക്കുമ്പോഴോ? സൊസൈറ്റിയിലും പറയാറുണ്ട്. ഉണ്ടല്ലേ? അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ HF-ന്റെ കൂടെ പിന്നെ നമുക്ക് HF-ന് കൂടുതൽ അസുഖങ്ങളും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ എപ്പോഴും ജേഴ്സിയോടാണ് കൂടുതൽ താല്പര്യം. ആൾക്ക് ജേഴ്സിയോടാണ് കൂടുതൽ. നമ്മള് ബ്രീഡ് കുത്തി വെക്കുമ്പോഴായാലും ജേഴ്സി വെച്ചാൽ മതി എന്നാണ് HF-ലേക്ക് നമ്മൾ പോണില്ല. ആളുടെ അഭിപ്രായം. ഞാൻ പിന്നെയും പറയും HF. ഇപ്പത്തെ പാലിന്റെ വിപണനം നമ്മൾ എങ്ങനെ മുഴുവൻ സൊസൈറ്റിയിൽ കൊടുക്കണോ അതോ ലോക്കൽ സെയിൽ ഉണ്ടോ? മുഴുവൻ സൊസൈറ്റി കൊടുക്കുന്നില്ല. രാവിലത്തെ മാത്രം. രാവിലെ കുറച്ചൊരു 10-20 ലിറ്റർ ലോക്കൽ സെയിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ വീടുകളിലെ ആൾക്കാർ വന്ന് വാങ്ങിക്കുമോ അതോ നമ്മൾ? അല്ല, നമ്മള് വീടുകളിൽ സപ്ലൈ പാക്കറ്റ് ആക്കിട്ട് കൊടുക്കും. പാക്കറ്റ് ആക്കി കൊടുക്കണ്ടോ? അപ്പൊ അതിന്റെ മെഷീനൊക്കെ പാക്കിംഗ് മെഷീൻ ഉണ്ട് നമ്മുടെ ഉണ്ട്. ഓ ശരി ശരി. മോനാണ് അവനാണ് അത് സെയിൽ ചെയ്യുന്നത്. രാവിലെ അവൻ തന്നെയാണ് കൊണ്ടുവരുന്നത്. 60 പാക്കറ്റോളം പാല് രാവിലെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? എത്ര രൂപയായിട്ട് നമ്മള് ലോക്കൽ സെയിൽ കൊടുക്കുക? ഇപ്പൊ നമ്മള് പാക്കറ്റിന് 24 രൂപ വെച്ചിട്ട്. പാക്കറ്റിന് 24 എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ? അല്ല, 1/2 ലിറ്റർ ഇല്ല, നാഴി 300 മില്ലി. അപ്പൊ ലിറ്റർ ഏതാണ്ട് ഇപ്പൊ നമുക്ക് 60 രൂപയുടെ അടുത്ത് വരും.
60-ലും കൂടുതൽ കിട്ടും. 60-65 കൂടും. 60+ അല്ലേ? ആ ശരി. ശരിക്കും നമ്മൾ പറയാം 3 നാഴിയാണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മുടെ നാഴി ക്ലാസ്സിന് അളക്കുമ്പോ 1 ലിറ്റർ ആവാൻ 3 നാഴി ഒഴിക്കേണ്ട ആവശ്യമില്ല. 2.5 നാഴി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ ആയി. അപ്പൊ നാഴിക്ക് എത്രയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ? 24. 24. അപ്പൊ 60+, 68 രൂപയ്ക്കായി. ആ കുഴപ്പമില്ല, നല്ല വിലയാ. കാരണം നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്ന 60 to 68 വരെയാണ്. നമ്മള് ലിറ്റർ ഇവിടെ കൊടുക്കുന്നുണ്ട്, 2 ലിറ്റർ ഒക്കെ കൊടുക്കുന്നുണ്ട് വീട്ടുള്ള ചിലവർക്ക്. അപ്പൊ അവർക്ക് നമ്മൾ 65 ലിറ്ററിന് 65 ആയിട്ട് കൊടുക്കും. അങ്ങനെ ക്രമീകരിക്കുന്നുണ്ട് അല്ലേ? 65 ലിറ്ററിന് 65. സൊസൈറ്റിയിൽ കൊടുക്കുമ്പോഴേ ഇപ്പോ ഫാറ്റ് SNF ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ വിലയുടെ സൊസൈറ്റിയില്. അപ്പൊ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് എത്ര രൂപ കിട്ടാറുണ്ട്? നമുക്ക് 48-49 ഒക്കെയാണ് പൊതുവെ കിട്ടണേ. ഇപ്പൊ ഈ അടുത്ത് വില കൂടിയല്ലോ, മിൽമ വില കൂട്ടിയിട്ടുണ്ടല്ലോ. 51 തോന്നുന്നു. ഇപ്പൊ ഞാൻ അതിന്റെ ചാർട്ട് ലിസ്റ്റ് വാങ്ങിച്ചിട്ടില്ല. ഇല്ല അല്ലെ? ഓക്കെ ചേച്ചി, ഈ പശു കർഷകർ പ്രധാനമായിട്ടും പറയണതേ ഈ മേഖല നഷ്ടമാണെന്നാ പറയണേ. അത് നമ്മള് ഇപ്പൊ ഞാൻ നിരന്തരമായി കർഷകരായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഒരു 100-90 പേരും പറയുന്നത് എങ്ങനെയൊക്കെയോ നടത്തിക്കൊണ്ടു പോവാണ്, ആരെയൊക്കെയോ തുടങ്ങിയതല്ലേ നിർത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ അത് സാധൂകരിക്കുന്ന വിധത്തിൽ പല അനുഭവങ്ങളും ഉണ്ട് കേട്ടോ. കുറെ ഫാമുകൾ പൂട്ടി പോകുന്ന ഒരു സാഹചര്യം നമ്മളെ മുന്നിൽ തന്നെയുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇപ്പോ 5 വർഷമായി എന്ന് പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 5 വർഷമായി ഈ ചെറിയ സ്ഥലത്ത് ഒരുപാട് പണിയെടുത്ത് പണിക്കാരൊന്നും ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പൊ ശരി, സത്യത്തില് ഈ മേഖല ലാഭമാണോ അതോ എങ്ങനെയാണ്? നമ്മുടെ ലാഭം എന്ന് പറയാന് നമുക്ക് അങ്ങനെ നമ്മൾ അധ്വാനിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മള് ലാഭം വെച്ചെങ്കിൽ എല്ലാ ബിസിനസ്സിലും നമ്മൾ ചെയ്തു വിടുമ്പോ തന്നെ ലാഭം നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വേറെ ഒരു നമ്മൾ ഇതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അല്ല, നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇതുകൊണ്ടാണ്. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ല, ഇത് മാത്രമാണ് വരുമാനം. ശരി, ഇപ്പൊ നമ്മള് ചാണകം ഉണക്കിയിട്ടാണല്ലോ കൊടുക്കണേ. എത്ര രൂപയായിട്ട് നമ്മൾ ചാണകം കൊടുക്കണേ? നമ്മള് ചാണകം ഉണക്കിയത് പാട്ടയ്ക്ക് 50 രൂപയായിട്ട്. നമ്മള് പെല്ലറ്റിന്റെ ഒരു ചാക്ക് നിറച്ച് മൂട്ടിയിട്ട് കൊടുക്കുന്നത് 250 രൂപ. 8 പാട്ട ഉണ്ടാവോ? അല്ല, 5 പാട്ട 250 രൂപയായിട്ട്. പാട്ടയ്ക്ക് 50 രൂപയായിട്ട് ഉണക്കി പൊടിച്ചു കൊടുക്കും. ഓക്കെ. അപ്പൊ അതിന്റെ മാനേജ്മെന്റ് കൃത്യമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? നമ്മള് യുവി ഷീറ്റിന്റെ അടിയിൽ ഇട്ടിട്ട് ഒരുവിധം വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇടുമ്പോ നേരെ അവിടെ കൊണ്ടുപോയിടുമ്പോ അവർക്ക് സ്മെല്ലിന്റെ പ്രശ്നം വരും. അപ്പുറത്ത് വീടുണ്ടല്ലോ, അപ്പൊ അവർക്ക് അത് ആദ്യം അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ നമ്മളത് ഒഴിവാക്കി. എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് വെള്ളം നന്നായി വലിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞാല് ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് ഉണക്കും. ഓ ശരി ശരി. അപ്പൊ പിന്നെ അത്ര സ്മെല്ലിന്റെ പ്രശ്നം വരുന്നില്ല, നമുക്കത് അവിടുന്ന് ഓൾറെഡി അങ്ങനെ പോകും. ശരി. ഏതാണ്ട് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ അജിതേച്ചിയുടെയും അതുപോലെ തന്നെ ഷാജിയേട്ടന്റെയും ചെറിയ സ്ഥലത്തെ വലിയ പശു വളർത്തൽ വിശേഷങ്ങളാണ് ഇത്ര നേരം നമ്മൾ കണ്ടത്. ഒരു കാരണവശാലും പശു വളർത്തൽ നഷ്ടമാണെന്ന് പറയാൻ അജിതേച്ചിയോ അല്ലെങ്കിൽ ഷാജിയേട്ടനോ തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഈ ചെറിയ സ്ഥലത്തെ വലിയ ഫാമിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവം. പൂർണ്ണമായി അധ്വാനിക്കാൻ തയ്യാറും അതുപോലെ തന്നെ പശുക്കളോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ കൊണ്ടു നടക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും പശു വളർത്തൽ നഷ്ടമാവില്ല എന്ന് തന്നെയാണ് അജിതേച്ചി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.